بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്റ്റേജിലുള്ളേ എൻ്റെ ആത്മീയരായ ഹൈദർ മദനി ഉസ്താദ്, അതുപോലെ ഞങ്ങളെ സദസ്സുലുള്ളേ ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ ഹാജി, പ്രധാന കാര്യദർശി പുത്തപ്പാക്ക, അതുപോലെ ഹനീഫാജി, ഉസ്മാനാക്ക, ഉഞ്ഞാക്കൽ അടക്കമുള്ള നേതാക്കളെ, ഞങ്ങളെ SSFയുടെ നിഷ്ഠാവന്ത കാര്യകർത്തന്മാരെ, എൻ്റെ പിരിസപ്പെട്ട മക്കളെ, ഉമ്മപെങ്ങന്മാരെ, ഞങ്ങളെ ആത്മീയ ചങ്ങായെ, സ്വാഗത ഭാഷത്തിൽ ചൊന്നതുപോലെ എല്ലാ കാര്യക്രമവും സാധാരണ നല്ല രൂപത്തിൽ ഒരു സ്ട്രക്ക് ഇല്ലാണ്ട്, ക്ലിയറിറ്റിക്ക് ഒരു കുറുടിയും ഇല്ലാണ്ട്, വായിസ് സ്ട്രക്ക് ആവുടതാ ബദലാവുടതാ ചേഞ്ചസ് എന്തും ഇല്ലാണ്ട് നല്ല രൂപത്തിൽ ലൈവ് കൊടുക്കൂടെ, ഒരു നാളും പുരുഷന്തില്ലാണ്ട് ഒരു നാൾ 5ഉം 6ഉം 7 മോത്തിലും 4 മോത്തിലും ഇങ്ങനെ ലൈവ് കാര്യക്രമം ഏറ്റെടുത്തിട്ട് പ്രൊജക്ടല്ല പെൻഡിങ്ങുകളല്ല സ്ക്രീനെല്ലാം വെച്ചിട്ട് നല്ലൊരു സൗകര്യം ഏർപ്പെടുത്തുന്ന എൻ്റെ ആത്മീയ ചങ്ങായ ഞങ്ങൾ കോളേജിൽ ഒട്ടുവിന്ന ഞങ്ങൾ സീനിയറും കൂടിയായിട്ട് ഇക്കട് ഞങ്ങളെ GM ബഷീർ മദനി ഉസ്താദ്. GM ചൊല്ലുമ്പോൾ നിങ്ങൾ കൊന്തിക്കൂ, കർണാടകത്തിൽ അറിയപ്പെട്ട പ്രശസ്ത പണ്ഡിതന്മാരിൽ പെട്ട GM മുഹമ്മദ് കാമിൽ സഖാഫി ഉസ്താദ് ബറാത്തെ റായങ്ങ പറ ഇക്കലെ നല്ല കണ്ണെടുത്ത് വാഗ്മിയായിട്ട് ഇപ്പം വായിച്ചോണ്ട് ആ ഉസ്താദർ എലണും കൂടിയായിട്ട് ഇക്കട് ഏതിന്നാലും എൻ്റെ നുടിയുണ്ട് പ്രാസ്താവിക്കായിട്ടിക്കട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും കാത്തോണ്ടുള്ളേ ഫാദിലി ഉസ്താദരെ അത്യാകർഷക ശൈലിയിലുള്ള ലോക നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് കാവ്യമായിട്ടിക്കട് ഞങ്ങളെല്ലാവരും കേൾക്കുക ബന്നരെ. ഈ മജ്ലിസിൽ ഞങ്ങളെ ഹൈറായ ഉദ്ദേശങ്ങളെല്ലാം കരുതിട്ട് ദച്ചെങ്ക് പൂർത്തിയാവുടതൊരു സംശയം ഇല്ല. കാരണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാരെ അമലുങ്ങ അങ്ങനെ നിയത്ത് കൊണ്ടായിട്ടിടേണ്ട. ഞങ്ങൾ കുറെ വിഷയ കൊന്തിക്കൂ കേട്ട ഹിരിയങ്ങയ്ക്കുവാർ ഉമ്മമാരിക്കുവാർ ഡാക്ടറുടെ മുട്ട പോയിട്ട് സുമറാവാത്തെ മാരകമായ സീക്കുങ്ങ ബദ്ർ മൗലിദ് ഓതലോടുകൂടി അഥവാ ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതലോടുകൂടി ബുർദാ പാടലോടുകൂടി ശിഫ ആയ സംഭവങ്ങ ഞങ്ങൾ മുന്നോലുണ്ട്.
അതുകൊണ്ടിട്ടായിട്ടിക്കട പ്രതി വർഷയും ഒരു ബുർദാ മജ്ലിസ് വെക്കട ഈ കാരണം കൊണ്ടാണ്. റായത്തുലുള്ളേ റായത്തുക്ക് ബണ്ടേ ബലാല് മുസീബത്തുങ്ങ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹിടെ ബർക്കത്ത് കൊണ്ടിട്ടോ ഇല്ലാണ്ടാവണുണ്ടായിട്ടിക്കട. ഈ മദ്ഹ് കാവ്യമുണ്ടാക്കിയ ഈജിപ്തിൽപ്പെട്ടെ ഖസീദത്തുൽ ബുർദ ഉണ്ടാക്കിയ ആള് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു രചന ആക്കിടതേ രോഗശമനത്തുക്ക് വേനായിട്ടായിട്ടിക്കട. രോഗമുണ്ടായപ്പ നാന് ലോക നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ നാന് മദ്ഹ് കാവ്യമുണ്ടാക്കിടേണ്ട ചൊന്നിട്ടു. ഒരു ഫെന്നും കടലാസിങ്ങ എടുത്തിട്ട് കലം എടുത്തിട്ട് എൽതൊക തുടങ്ങട്. അപ്പുറത്തെ സൗണ്ടില് എൽതൊകാവാത്ത ആവുമ്പോ കടലിന്റെ സൈഡ് കയ്യിൽ പോണ്ടു എൽത്തുറോണ്ട്. കടലിന്റെ സൈഡിക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു കൊക്കര ഒരു പക്കി ഇങ്ങനെ തന്നി കടലിന്റെ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിക്ക് ഇട്ടോണ്ടുണ്ട്. അപ്പയല് അതിരൊട്ട് കേക്കിട്, ഇത്ര വലിയ ഒരു കടലിന്റെ തന്നിടെ നിന്റെ ഈ കൊക്കു കൊണ്ട് എടുത്തിട്ട് ഇപ്പറ കാലിയാക്കുക നിന്റെ കൊണ്ട് സാധ്യമുണ്ടാ? ഇത് അവിടെ വിഷയമാ, നീ എന്തിനാക്കിയോണ്ടുല്ലേന്റെ കേട്ടപ്പ ആ പക്കി ചൊല്ലുടെ ഒരു ഉത്തരവുണ്ടോ? നാനാ നന്റെ സൈന്യമാ ಸೇರಿಟ್ಟು ಇಂಡಲ್ಲ ನಾಳೆ ಒಟ್ಟಾಯಿಟ್ಟು ಎಂದೆಂಗೂ ಹಾಕಿಟ್ಟು ತೀರ್ಕಾ ಚೊಲ್ಡ ഒരു ചലം ഒരു ഹട്ട പിടിച്ചെങ്ക ആക്കുക സാധിക്കൂ. ആയെങ്ക ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ഞാൻ എഴുതി തീർക്കിടേണ്ട നിങ്ങ ഭർത്തായിടാറല്ലേ? ഇത് നിങ്ങളെ കൊണ്ട് തീരുവാ? ഇത് നിങ്ങളെ കൊണ്ട് സാധ്യമുണ്ടാ? നിങ്ങളെ പൂർവികന്മാരായ ഹിരിയങ്ങ ചൊന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? മേല് കണ്ടതായ ആകാശത്തെ പേപ്പറാക്കിട്ടും ലോകത്തിലുള്ള മരങ്ങളെ ഫെന്നാക്കിട്ടും കടലിന്റെ തന്നിരെ ഇങ്കാക്കിട്ടും നിങ്ങളെ നബിയുടെ മദ്ഹ് നിങ്ങൾ എഴുതുക തുടങ്ങിയാറുണ്ടായെങ്ക നബിയുടെ മദ്ഹ് എഴുതി തീർക്കുകയോ സാധ്യമില്ലണ്ടല്ലേ പഠിച്ചരേ? അപ്പൊ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ആ ഉടത്തര ನಾನು ಆಕಡೆ ಅಂಜೊಂದಿಟ್ಟು ಎಲ್ದರು ആ എഴുതിയത് പാതില് നിക്കിട. ഇത് സുദീർഘമായ ചരിത്ര ഇട്ടിക്കിട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പിന്നെ കിനൗല് വന്നിട്ട് ಅದರ മുന്നോൽതല ഇങ്ങനെ എഴുതണുണ്ട് ചൊല്ലുന്നു എഴുതുറുണ്ടും പടിപാട്ടി കൊടുത്തുറുണ്ടും കിതാബിൽ നമുക്ക് കാണുക സാധ്യമാവുdu. അതായിട്ടിക്കട ഖസീദത്തുൽ ബുർദ. അത് കൈട്ടിക്കട മഹാന്മാരല്ല ഓരോ റായത്തുലും ഓരോ റൗത്തുലും ഈ ബുർദ ഉണ്ടാക്കിടെ പാടുപാട്ടതായിട്ടിക്കട. മാത്രമല്ല മങ്കൂസ് മൗലിദ് അടക്കമുള്ള എല്ലാ കാര്യവും ഞങ്ങളൗത്തുലിന്നെ ഓതിയൊണ്ടിന്നെ പണ്ട് ഔലമ സ്വലാത്ത്, ഹിസ്ബുൽ ബഹർ, ഹിസ്ബുൻ നസ്ർ പോലെയുള്ള എല്ലാ ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങയും മഹാന്മാരും പഠിപ്പാട്ടിയതായിട്ടിക്കട. പ്രത്യേകിച്ചും ഞങ്ങളെ പല്ലിൽ നടക്കുന്നതായ ഹദ്ദാദ് റാത്തീബ്, അതെല്ലാം മോന്തിരിച്ചുള്ളതായ എല്ലാ ദിക്റുകളെയും ക്രോഡീകരിച്ചിട്ട് ഉണ്ടാക്കിയതായിട്ടിക്കട ഹദ്ദാദ് റാത്തീബ്. പ്രതി ഔത്തുൽ ഇശാഅൽ പിന്നെ ഹദ്ദാദ് റൂഡിയാക്കൽ നല്ലതായിട്ടിക്കട. കാരണം ഞങ്ങൾ ഔത്തുലുള്ള ഹിരിയങ്ങുക, ഞങ്ങൾ ഔത്തുലുള്ള മക്കുക നങ്ക ഒരു സീക്കും ಅಥವಾ ഒരു ടെൻഷനും വരാണ്ട് ആയത്ര കൊറടിയാവണുണ്ട് ചൊല്ലെങ്കിൽ ഈ ഹദ്ദാദ് റാത്തീബ് പോലോത്തത് പതിവാക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളെ ഉദ്ഘാടന ഭാഷണത്തിൽ ചൊന്നതുപോലെ നിസ്കാരത്തെ വിഷയം അത് ശ്രദ്ധിക്കണം. കാരണം നിസ്കാരം ഇല്ലാണ്ട് ഈ ഹദ്ദാദോ ഈ ബുർദയോ ഏതുണ്ടാക്കിയിട്ടും പ്രയോജനമില്ല.
കൃത്യമായ നിസ്കാരം ഞങ്ങളെ കൊട്ടുകുവേನು. നിസ്കാര അത് വാലിൽ ചൊന്നിട്ടു പാപ്പുകായിട്ട ഉമ്മകായിട്ട ರಾಯತ್ತಂಗ ಕಾಣುಗಾಯಿಟ್ಟ ഉസ്താദുകായിട്ട നിസ്കാരം സ്റ്റാർട്ടാക്കിയത് കൊണ്ടിട്ട നിസ്കരിച്ചിട്ട ഒരു പ്രയോജനവും ഇല്ല. സ്വതഹ ഞങ്ങളെ ബുദ്ധിയിൽ ഞങ്ങളെ തലയിൽ വരണു ഞാൻ നിസ്കരിക്കണു 5 വക്ത നിസ്കാരം ನನ್ನ ನಾನು ದಾಯಿಮೆಯಾയിട്ട് നിസ്കരിക്കണു. നിസ്കാരം എൻ്റെ ജീവിതത്തിൽ തപ്പിറുകു തീര ഏത് കാര്യത്തുകും ഉടൻ മാഫുണ്ടു. നോമ്പ് പിടിക്കുക തീരില്ലെങ്കിൽ ಅದಕ್ಕೆ പരിഹാരമുണ്ടു. സക്കാത്ത് കൊടുക്കുക സക്കാത്ത് ഇന്നോണ് മാത്രം കൊടുക്കണു. ഹജ്ജിക്ക് പോകു സാധ്യവുള്ളോണ് പോണു. നിസ്കാര അങ്ങനെ അല്ല. നിസ്കാര ബദലായിട്ട് നിസ്കരിക്കുക തീരില്ലാണ്ടായാൽ ಅವನು ದೆಚ್ಚಿ ನಿಸ್ಕರಿಕೊಂಡಾയിട്ട് ಇಕ್ಕಡೆ ಬಡಿಪಾಟ್ರೆ ದೆಚ್ಚಿ ನಿಸ್ಕರಿಕೊಂಡು ಸಾಧ್ಯ ಇಲ್ಲಾಂಡಾಯಂಗ ಅವನು കിടന്നിട്ടും വറങ്ങിട്ടും നിസ്കരിക്കൊണ്ടായിട്ട് ഇക്കടെ പടിപാട്രെ. ഇന്ന് അവനക്ക് അതും സാധ്യ ആയോണ്ടില്ല. അവನು കണ്ണുകൊണ്ട് നിസ്കരിക്കണു. കണ്ണിട്ട് ഇങ്ങനെ കണ്ണ് മേലും മുറുക്കു അതല്ല കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നിസ്കരിക്കണു. കണ്ണുകൊണ്ടും അവനുകൊണ്ട് ആ പന്തുപാട്ട കൊണ്ട് കണ്ട് സാധ്യയില്ല. കൈക്കാൽ അനക്കൊക്കെ സാധ്യമായിട്ടില്ല. വരങ്ങിയോടെ കിടത്തത്തിലായിട അവനക്ക് പ്രജ്ഞ കറക്റ്റ് ഉണ്ടു. അവന്റെ മനസ്സ് അവനക്ക് കറക്റ്റ് ഉണ്ടു. സ്ഥിരത്തെ ഉണ്ടുണ്ടായെങ്കിൽ മനസ്സിൽ പോലും നിസ്കരിക്കണുണ്ടായിട്ടിക്കട നിസ്കാരത്തെ വിഷയത്തോടെ ചൊല്ലുടെ. നിസ്കാരത്തുക്ക് ഒരു വിടുതിയുമില്ല, ഒരു കാവലുമില്ല. നിസ്കരിച്ചിട്ടേ പേന് അതൊക്കൊരു ആഫറുമില്ല. അതുകൊണ്ടിട്ട് ഇന്ന് ഓരോ നിസ്കരിക്കുന്ന ടൈം ആകുമ്പോ ഒതുവെടുക്കുക ഒരു സൗകര്യവും ഇല്ലാണ്ടായെങ്കിൽ അവിടെയും മസാല പടിപാട്ട് തന്നെ ഇല്ലാത്തവിടെ ആ ടൈമിടെ ബഹുമാനിച്ചിട്ട് ഫസ്റ്റ് അങ്ങനെ നിസ്കരിച്ചിട്ട് പിന്നെ തന്നി കിട്ടിയപ്പുറത്തേക്ക് ഒതുവെടുത്ത് നിസ്കരിക്കണോ. തന്നെ തുടങ്ങും സാധ്യ ഇല്ലാത്തവണു തയമ്മം ചെയ്ത് നിസ്കരിക്കണോ. ഇങ്ങനെ നിസ്കാര ചൊല്ലത് എഞ്ഞയും ബുടകുല്ലതല്ല. നിസ്കരിക്കണേണ്ടായിട്ടിക്കട അള്ളാഹുടെ റസൂലും ഞങ്ങൾക്ക് പടിപാടി തന്റെ. മാത്രമല്ല പരലോകത്ത് പോയിട്ടാവുമ്പോ പ്രഥമമായിട്ട് കേക്കടെ നിസ്കാരത്തെ വിഷയമാണ്. നിസ്കാരം ഞങ്ങൾക്ക് ഓക്കെ ഉണ്ടായെങ്കിൽ ഞങ്ങളെ ലിസ്റ്റില് ബാക്കി എല്ലാ കാര്യവും പിന്നെ ചക്കേക്കിടാറ്. നിസ്കാരമേ ഇല്ല അവന്റെ പേരോല് സ്വതക്ക ഉണ്ടു, ദിക്കറുണ്ടു, സ്വലാത്തുണ്ടു, എല്ലാം ലീസ്റ്റ് വലിയുണ്ടു. നിസ്കാര ഇല്ലാണ്ടായി പോയാൽ പിന്നെ ഞങ്ങളെ ലിസ്റ്റ് ഞങ്ങൾ തുടങ്ങുകൊണ്ടില്ല. കാരണം മൈനായിട്ട് വേനായ നിസ്കാരമേ ഇല്ലാത്തത് കൊണ്ടിട്ടു ആ ലിസ്റ്റ് നോക്കില്ലാന്ന് ചൊന്നിട്ട് ഞങ്ങൾക്ക് മഹാന്മാര് പടിപാടി തന്റെ. അള്ളാഹു ഞങ്ങൾ എല്ലാരെയും ദായിമയായിട്ട് നിസ്കരിക്കുന്ന ഞങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. ഇത് ഓർമ്മപ്പെടുത്തുകൊള്ള കാരണം ഞങ്ങളെല്ലാവരും ഉള്ള തിങ്കളായിട്ടിക്കട പവിത്രമായ റജബ് തിങ്കൾ. ഈ റജബ് തിങ്കളുടെ നിസ്കാരത്തെ കൂടിയും വാർഷികമായിട്ടിക്കട ലോക നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റജബുൻ ഷഹ്റുല്ലാ, റജബ് അള്ളാഹുടെ തിങ്കളായിട്ടിക്കിടണ്ട്. ഈ റജബ് തിങ്കള് നിസ്കാരം നിർബന്ധമായ തിങ്കളും കൂടിയായിട്ടിക്കട. അപ്പ നിസ്കാരം നിർബന്ധമായ തിങ്കളും കൂടിയായിട്ടിക്കട. ലോക നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മസ്ജിദുൽ ഹറമിൽ നിന്നിട്ട് മസ്ജിദുൽ അഖ്സായുടെ പക്കത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇട്ടുകോ ബുറാഖ് ചൊല്ലുടെ വാഹനത്തിൽ പോയിട്ട് ആ മസ്ജിദുൽ അഖ്സത്തില് എല്ലാ നബിമാർ ആദം നബിയുടെ പിടിച്ചിട്ട് മരണപ്പെട്ട എല്ലാ നബിമാരെയും ചേർപാടിട്ട് അവിടെ ഇമാമായിട്ട് നിസ്കരിച്ചിട്ട് അവിടത്തായിട്ടിക്കടെ ഇസ്രാ മിഅ്റാജ് പോണ്ടേ. മസ്ജിദുൽ ഹറമുടെ മസ്ജിദുൽ അഖ്സഗുല്ലെ യാത്രകായിട്ടിക്കടെ ഇസ്രാ ചൊന്നിങ്ക. മസ്ജിദുൽ അഖ്സറെ ഏലാകാശയും അവിടെയുള്ള സ്വർഗയും നർഗയും അള്ളാഹുടെ കണ്ടുവന്ന് ആ യാത്രകായിട്ടിക്കട മിഅ്റാജ് ഉണ്ട് ചൊല്ലെ. അതുകൊണ്ട് മിഅ്റാജിക്ക് പോയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ള സംഭവമാണ്.
അയിമ്പ വക്ത നിസ്കാര അള്ളാഹു നങ്ക് തന്നിട്ടിന്നെങ്കും മൂസാ നബിയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിടയിലുള്ള മധ്യന്തര ചർച്ചയും അള്ളാഹുടൊട്ട് പോയിട്ട് സംഭാഷണല്ലായിട്ട് അത് ഞങ്ങൾക്ക് 5 വക്തായി കിട്ടു. 5 വക്താക്കിട്ട് കീഴ് വരുമ്പോ മൂസാ നബി കേക്കടി എത്ര റൈറ്റിപ്പ 5 അപ്പൊ മൂസാ നബി ചൊല്ലിട്ട് മയ്യാവലെ ഇന്നും ഒരു ജണ്ട് കൊറടിയാക്ക് പോയിട്ടു 3 പാട്ടി വരൂ. അപ്പൊ നബി പോയില്ലേ, കാരണം ഈ 5 കൊണ്ട് നിസ്കരിക്കട്ടുണ്ട്. അപ്പൊ അള്ള ചെന്ന് കെടുത്തര് നബിയെ നിങ്ങു ഞങ്ങൾ 5 വക്ത് നിസ്കാര ഫർലാക്കിട. 5 വക്ത് നിസ്കാരം നിസ്കരിച്ചാറുണ്ടായെങ്കിൽ അങ്ക് അതേ 50 വക്ത് നിസ്കരിച്ചതായ കൂലി ഞങ്ങൾ കൊടുക്കൂടാണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചൊന്നുകൊണ്ടുണ്ടു. ഞാൻ സുദീർഘമാക്കില്ലേ, കാരണം എന്റെ പ്രാസ്താവിക നൊടിയായിട്ടിക്കിട് ഇവിടാറും ഇവിടുത്തെ തങ്ങാറ് ബന്ധം കണ്ടോണ്ടില്ലേ. ഇന്നോട് വിട്ടു നിപ്പാട്ടി എൻ്റെ കൂടെ കാലിയായി പോണ്ടു. അത് കേട്ടിരിക്കുന്നത് ഇങ്ങനെ ചൊന്നുകൊണ്ടുല്ലേ. നല്ല ഉദ്ഘാടന ഭാഷ ഇന്ന് കുറേ നേരം പോയിടെങ്കിൽ നല്ല കത്ത് നല്ല പേരിച്ചോണ്ടിന്ന് കുറേ നേരം ചെല്ലട്ടുണ്ട്. ഏതേക്കട്ട നിസ്കാരത്തെ വിഷയം ഞങ്ങൾ ഒരു ശ്രദ്ധയിൽ വേൻ. അതിലെ ഇടയില് കാലി ഒരു ഫർള് നിസ്കാരം നിസ്കരിച്ചത് കൊണ്ടായില്ല. ഒരാളെ അള്ളാഹുടൊട്ട് മുട്ടാവുടെ ഫർള് നിസ്കാരം കൊണ്ടല്ല, അള്ളാഹുടൊട്ട് സാമീപ്യമാവുടെ സുന്നത്ത് നിസ്കാരം കൊണ്ടാണ്. ഞാൻ പ്രത്യേകിച്ചും ഞങ്ങളെ വലിയ ക്ലാസ് മദ്രസയിൽ നിന്നാണ് മക്കളോട്ട് ഓർമ്മപ്പെടുത്തുവേ. വലിയ ക്ലാസ്സിലെ മക്കളോട്ട് പ്രതീനാളും ഞാൻ ഓർമ്മപ്പെടുത്തേ. എന്തിനെ സുബഹി ബാങ്ക് ഒരു 5-10 നിമിഷം മുന്നല്ലെങ്കിൽ എണിക്കുറു എണിച്ചിട്ട് ഉളു എടുത്തിട്ട് ഒരു 2 റക്അത്ത് സുന്നസ്കരിക്കുറു. അത് തഹജ്ജുദ് ആവട്ടെ. സ്കൂളിൽ പോകാവുമ്പോ എങ്ങനെയും കൈക്കാലല്ല കൽകിട്ടല്ല റെഡിയായിട്ട് ചന്തായിട്ട് പോണ്ടേ. ആ പോകുമ്പോ ഒരു 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചു പോറു. അത് പഠിക്കിടയ്ക്കും ഞങ്ങൾ നെനപ്പ് ശക്തിക്കും വലിയൊരു ലാഭം ഉണ്ടതിൽ മക്കളോട്ട്. വലിയ ക്ലാസ് 6 മേലുള്ള 7 മേലുള്ള എല്ലാ മക്കളോട്ടും ചെന്നോണ്ടിക്കടെ. അപ്പൊ സുന്നത്ത് കൊണ്ടായിട്ടിക്കട ഞങ്ങൾ അള്ളാഹുടെ സാമീപ്യം മുട്ടാവുടി. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഗമന കൊടുക്കണായ വിഷയം റവാത്തിബ് സുന്നത്ത് നിസ്കാരായിട്ടിക്കട്. ഇത് കേൾക്കുമ്പോൾ കൊറിയാൽ പുതിയൊരു സുന്ന നിസ്കാരം വന്നപ്പാണ് അല്ല. ഈ റവാത്തിബ് സുന്ന നിസ്കാര ചൊന്നെങ്കിൽ ഫർള് നിസ്കാരത്തെ മുന്നലും പെറവുല്ലേ. നിസ്കാരത്തെ പേരായിട്ടിക്കട റവാത്തിബ് സുന്നത്ത് നിസ്കാരാണ്. ഞങ്ങൾ സാധാരണ ഞങ്ങളെ പള്ളിയിലെല്ലാം സുന്ന നിസ്കരിക്കട്ടെ കാണ്ട് ഔത്തലെല്ലാം നിസ്കരിക്കുമ്പോൾ ഈ സുന്ന നിസ്കാരമുള്ള ഭാര്യ കുറുടി. ഫർള് നിസ്കാരത്തെ നിസ്കരിക്കോ വേണ്ട. ബാങ്ക് ഇക്കാമത്ത് സാധാരണ കൊറിയാലെ കാണുന്നതേ ഇല്ല. ആ സുന്നത്തായ കാര്യമെല്ലാം പോയിട്ടുണ്ട്. ഇപ്പ ബണ്ട് ഒരു കെട്ടാൽ ബാങ്ക് കൊടുത്ത അതിലേക്ക് ഒരു ദുആ ഉണ്ട്. ആ ദുആത്തെ പ്രതിഫലം വലിയൊരു പ്രതിഫലം ഉണ്ട്. അതിൽ പിന്നെ ഇക്കാമത്ത് കൊടുക്കണു, അതൊരു ദുആ ഉണ്ട്. അതിൽ പിന്നെ ഇട്ടിക്കടെ സുന്നസ്കരിക്കണു. ഇക്കാമത്ത് മുന്നോളൂ ബാങ്ക് കൊടുത്താൽ പിന്നെ സുന്നസ്കരിക്കണു, പിന്നെ ഫർള് നിസ്കരിക്കണം. ഞങ്ങൾ ഇപ്പമ്മ ബണ്ടേ ഒരു കെട്ടാൽ ഫർള് സലാം വീട്ടലോടുകൂടി ഒരു പോക്ക് അസ്തഗ്ഫിറുല്ലാ 3 അസ്തഗ്ഫിറുല്ലാ ചെറുപ്പിട്ടിട്ട് അവിടെ നിന്ന് ഔത്തിലുണ്ടെങ്കിൽ അടുപ്പ് കയറി എത്തിയിട്ടാവിടും. ಹೆಣ್ಮಕ್ಕಂಟಾಗ ಸಾಧಾರಣ ಔತ್ ನಿಸ್ಕರಿಕಂಟಾಗ ಮೊಬೈಲಲ್ಲಿ എടുത്തിട്ട് മൊബൈൽ നോക്കിയിട്ടും ആവിടും. അതങ്ങനല്ല വേനായി. സാധാരണ ആണിങ്ങ പള്ളി പണ്ടങ്ങു സുന്നത്ത് നിസ്കാരം ഔത്തലായിട്ട് നിസ്കരിച്ച് വേണ്ട നല്ലേ. ഔത്തൽ ഉളു എടുത്തിട്ട് സുന്ന നിസ്കാരം നിസ്കരിച്ചിട്ട് പള്ളിക്ക് ജമാഅത്ത് ബറലായിട്ട് നല്ലത്. ഇപ്പൊ സൗകര്യമുള്ള കുറേ ഔത്തലെല്ലാം ഉള്ളു എടുത്ത് ഞങ്ങൾ ഏതേതാ റായത്തെ ഇഞ്ഞെല്ലാം പോയിട്ട് പണ്ടത് കൊണ്ടിട്ടായിട്ട് സാധാരണ എല്ലാം പള്ളിക്ക് പണി നിസ്കരിക്കണേ. ഞങ്ങൾ ഇപ്പൊ റൂമിൽ മുസല്ല വെച്ചോണ്ടേ ഒരു 2 റക്അത്ത് പള്ളി നിസ്കരിച്ച് 2 റക്അത്ത് റൂമിൽ അങ്ങനെ നിസ്കരിക്കണേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി ഒരു ക്രമമുണ്ട്. ഔത്രമ റൂമിടെ മനെ കബറാക്കി പോകണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഇല്ലണ്ടായെങ്കിൽ അത് കബറ് പോലെ. കബറിൽ നിസ്കാരം ഇല്ലല്ലേ, അതുപോലെ ആയിട്ട് അത് കൊണ്ടിട്ടു സുന്നത്ത് നിസ്കാരം 20 റക്അത്ത് ലുഹുറയും നിസ്കാരത്തെ ഫർള് നിസ്കാരത്തെ മുന്നോലും പിറവുള്ള സുന്ന നിസ്കാരമുണ്ട്. മുഅക്കദായ 10 റക്അത്ത് സുന്ന നിസ്കാരമുണ്ട്. 10 റക്അത്ത് സുന്നത്ത് നിസ്കാര ആയെങ്കും എന്താക്കണു അതായെങ്കും നിസ്കരിക്കൊണ്ട് അങ്ങ് ട്രൈ ആക്കണു. കാരണം അങ്ങ് പഠിക്കട സുബഹി നിസ്കാരത്തെ മുന്നോലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാര അതിന് ഫവർനങ്ങ പഠിച്ചടാ. സുബഹി നിസ്കാരത്തെ മുന്നോലുള്ളേ 2 റക്അത്ത് ഫർള് നിസ്കാരത്തെ മുന്നോലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരാള് നിസ്കരിച്ചാൽ അവനക്ക് കിട്ടിയ ലാഭം ദുനിയാവു മാത്രല്ല അതിലുള്ള എല്ലാ വസ്തുവും അവനകു ಅಥವಾ ಅವಳಿಗೂ കിട്ടതിരെ കാണ്ടി ഹൈറായിട്ട് കിടാണ്ട്
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സുബൈ ടൈമിൽ ഒരാൾ ഞങ്ങൾ ഒരു 10,000 രൂപ ഒരാൾ ഗിഫ്റ്റ് കിട്ടും നിന്റെ പോയി നിന്റെ ആയെങ്കിൽ ഞങ്ങൾ സുബൈ നിസ്കാരം സുന്നത്തു ഇക്കില്ലേ ഫർദു ഇക്കില്ലേ. കാരണം ഈ 10,000ക്ക് 5,000ക്ക് ഞങ്ങൾ എന്താ കരുതരം വിട്ടുവിടുക. അപ്പൊ ഫവറുള്ള നിസ്കാരങ്ങ ഫവറുള്ള ഇബാദത്തുങ്ങ എടുಕೊಂಡು ರಜಬ್ ತಿಂಗಾಲ್ ಬೋಲೋದ ತಿಂಗಾಲಂಗ ಇದರೆಲ್ಲ ഇബാദത്തുകായിട്ട് ഞങ്ങൾ യൂസ് ആക്കിയോളൂ. ഞങ്ങൾ അകം ഇബാദത്ത് യാറ ഉള്ളേ അള്ളാഹുമായിട്ട് സാമീപ്യമുള്ളേ ഇബാദത്ത് യാറാക്കടെ അകങ്ങ ഞങ്ങളത് അകങ്ങ ആവണു. ഞങ്ങൾ സ്വാലിഹായാണ്ടായെങ്ക് ഞങ്ങൾ നല്ലായാണ്ടായെങ്ക് ഞങ്ങളെ മക്കനല്ലായിപ്പോ. ഞങ്ങൾ തെരു തപ്പി പോയാണ്ടായാൽ ഞങ്ങളെ മക്ക ചെറു തപ്പി പോടൂ. ഇണ്ടത്തെ കുറേ മക്കള അവസ്ഥകളെല്ലാം കാണുമ്പോ ബേജാറായി പോണ്ടു. ഔത്തുൽ ശരീക്കുമ്പോ കൊണ്ടാട്ടാക്കി ആക്കിയിട്ട് ഞങ്ങളെ ബെജ്ജൊല്ലി പരിസരം ഭാരി കുരുടിയാണ്. ബെജ്ജൊല്ലിയുടെ എല്ലാ വിഷയവും നോക്കുമ്പോ അൽഹംദുലില്ലാ റാഹത്താൻ നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങളെ ഫസൽ മീഡിയ ഉസ്താദ് ಬಂದಪ್ಪ ಎಂದು ಉಸ್ತಾದ್ ಊಡ್ರ ಅಂತರಿಕ್ಷ ರಾಯತ್ತಂಗಲ್ಲ ಭಾರಿ നല്ല ಮನುಷ್ಯಮಾರು ಉಸ್ತಾ ಭಾರಿ ಅವರು ಬಕ್ಕ ಬಾಲಕಾರಲ್ಲ ಬಲ್ ನಲ್ಲೊರು ಮೃದು ಸ್ವಭಾವത്തെ നല്ല ആൾമാറി ഗട്ടർ ഭാഗമെല്ലാം അങ്ങനെ വേണ്ട. അപ്പൊ ആ പലക്കം അത് ഞങ്ങൾ ഒളിച്ചോം പറഞ്ഞു. കാരണം ഞങ്ങളെ പൂർവികരായ ಹಿರಿಯಂಗ ഞങ്ങളെ മക്കൾ അങ്ങല്ല മക്കൾ ചന്ത ബൽത്തിട്ട് അങ്കുബേനായ ശിസ്ത് വഴിപാടിട്ട് അങ്ങനെ ബൽത്തിരാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ മക്കു കൊടുക്കൂടെ വലിയ ഗിഫ്റ്റ് നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവ പരിപാടി കൊടുക്കണം മക്കൾ. നല്ല സ്വഭാവം നിസ്കാരത്തുകൊല്ലേ ദിക്ർ ചൊല്ലുകൊല്ലേ സ്വലാത്ത് മജ്ലിസിക്ക് പറകുല്ലേ. ഇപ്പത്തെ സ്വലാത്ത് വാർഷികാണ്. സ്വലാത്ത് വാർഷിക ചൊല്ലുമ്പോ എന്താ ഇത് വാര നടക്കടേ. ആ സ്വലാത്ത് ഒരു വാർഷികമായിട്ട് നടക്കടേ. വാരത്തെ സ്വലാത്ത് എങ്ങനെ പള്ളിയിൽ വന്ന് എനിക്ക് എല്ലാവർക്കും കൊണ്ടാവും. പള്ളി മദ്രസ മക്കളെല്ലാം ഒരു റൗണ്ടായി വെച്ചിട്ട് ഒരു 4 ഹിരിയങ്ങയും ഒരു 4 പാലക്കാരുമായിട്ട് കിടക്കിടേ. സാധാരണ ആൾമാരെ ദുവത്തുക്ക് ലീസ്റ്റ് പണ്ട് ഉഷാറിലെത്തിക്ക് ലീസ്റ്റ് പണ്ട് ഏതേതായ പെണ്ണുങ്ങളെ ലീസ്റ്റ് പണ്ട് ആയെങ്ക ആ ലിസ്റ്റ് പണ്ട ആൾമാർ ആ മജ്ലിസിലിക്കല്ലേ. ഈ പള്ളിയിൽ സ്വലാത്ത് വെച്ചിരെ കലക്ഷൻ ആക്കുന്ന ഉദ്ദേശം കൊണ്ടല്ല. കലക്ഷൻ എത്ര കാട്ടി ആരെ വേറെ ടൈമിലാക്കಬೇನೆಂಗ್ ഈ സ്വലാത്തും ഹദ്ദാദും ഇതുപോലത്തെ മജ്ലിസിങ്ങ പള്ളിയിൽ പോയിക്കിടെ തിങ്കളത്ത് കൊല്ല ബദർ മൗലൂദ് വെച്ചിരെ ഇതെല്ലാം എന്തി ഞങ്ങളെ ലാഭത്തുകായിട്ടിക്കട ഞങ്ങളെ പാരത്രിക വിജയ ഞങ്ങളെ കഷ്ടങ്ങൾ ദൂര ಹೋಗು. ഈ കാരണം കൊണ്ടായിട്ടിക്കട് ഞങ്ങൾ ജമാഅത്തിലും പള്ളിയിലും ഈ ബദർ മൗലൂദും സ്വലാത്തുമല്ല വയ്ക്കിടെ. മക്കളെയും കടത്തോണു ഔത്തരങ്ങളെ ഹിരിയങ്ങളെയും കടത്തോണു ഔത്തരാണ് ഉമ്മമാർ പ്രത്യേകിച്ചിട്ടും ആ കടത്തുകൊള്ള ഒരു വ്യവസ്ഥ ഞങ്ങൾ ആക്കോണം നെനപ്പാക്കോണം. വാട്സാപ്പ് ഗ്രൂപ്പിലല്ല തിങ്കളത്തുകൊല്ലെ ബദർ മൗലൂദിരെ മജ്ലിസിലെ പോസ്റ്റർ എല്ലാം വരുമ്പോ എന്റെ താനിങ്ങളെ നോക്കൊണ്ടിക്കല്ലേ കണ്ട മക്കങ്ങമ്മ നെനപ്പാക്കി കൊടുക്കുന്ന പള്ളിയിൽ ബദർ മൗലൂദ് മജ്ലിസ് നടക്കിട്. ബദരീങ്ങളെ നേതാവാണ് ബദരീങ്ങ ജന്യാർ ബദരീങ്ങളെ നേതാവാണ് ലോക നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നായകത്വത്തില് ഇസ്ലാമിയുടെ കൂടെ ഒൽച്ചിക്കിട്ടുകയായിട്ട് അങ്ങനെ സമ്പത്ത അങ്ങനെ പക്കമ അങ്ങനെ മക്കളമ എന്തും വില കൊടുക്കാണ്ട് അള്ളാഹുക്ക് വേനായിട്ട് ജീവന സമർപ്പണാക്കിയോ ആക്കു തയ്യാറുള്ളേ ആൽമാറായിട്ടിന്നാറ് ബദരീങ്ങൾ കുറെ ആൾ മരണപ്പെട്ടു പോയിന്നാർ. അതായിട്ട് അള്ളാഹു ഖുർആനിൽ ചൊല്ലെ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ബദരീങ്ങൾ യുദ്ധാക്കിയ ആൽമാർ മർച്ചങ്ങളെ നിങ്ങൾ മർച്ചിറാറുണ്ട് വിചാരിച്ചിറാറാ ഇല്ല. ബൽ അഹ്യാഉൻ അങ്ങ് ഹയാത്തുല്ലാറ് എവിടെ ഇന്ദ റബ്ബിഹിം അള്ളാഹുടെ പക്ക അങ്ങ് ഹയാത്തുല്ലാറുണ്ട്. ആര് ചൊല്ലേ പവിത്ര ഖുർആൻ ചൊല്ലേ. ആരാ ഉസ്താദ്മാർ ചൊന്നതല്ല തങ്ങന്മാർ ചൊന്നതല്ല അള്ളാഹു പവിത്ര ഖുർആനിൽ ചൊല്ലായിട്ട് ആയത്. അതുകൊണ്ട് ബദരീങ്ങളുടെ തവസ്സലാക്കിയേ ബദർ മൗലിദ് പള്ളിയിൽ നടക്കിട് ഹദ്ദാദ് നടക്കിട്. ഇതെല്ലാം ഞങ്ങളെ റായത്തെ ഞങ്ങളെ ഓരോ ഔത്തരെ ഏലികക്ക് വേനായിട്ടും ഉദ്ധാരത്തുക്ക് വേനായിട്ടായിട്ടിക്കട്. അള്ളാഹു ഞങ്ങളെ ദായിമിയായിട്ട് നിസ്കരിക്കുന്ന ഞങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാര ചൊല്ലത് ഏത് കഷ്ട ഇന്നെങ്കും ഏത് മങ്ങില ഇന്നെങ്കും ഏത് പ്രോഗ്രാം ഇന്നെങ്കും
നിസ്കാര ബുടുല്ല ചൊല്ലൊരു പ്രതിജ്ഞ ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ എടുത്താണ്ടായെങ്കിൽ ഞങ്ങൾ യശസ്വിയായി പോണ്ട. ഉസ്താദ് ഖബറുടെ വിഷയ ഉദ്ഘാടനം ചൊന്തു, ഖബറ് ചൊല്ലത് എങ്ങനെ ചൊന്തു ഞങ്ങൾക്ക് എല്ലാതും ഗൊന്തുള്ളതാണ്. ഞങ്ങൾ എത്ര ആൽമാരെ കൊമ്പോയിട്ട് ഖബറുസ്ഥാനത്തിൽ വർക്കി വന്നറാ. ഞങ്ങൾ വന്നിട്ടാവുമ്പോ ആ ഖബറിൽ ഉറങ്ങി അവിടേക്ക് മലക്കുങ്ങ ഭണ്ടാറുണ്ട് ഞങ്ങൾ കേട്ട. ആ ഖബറിലെ വ്യക്തിങ്ങ ആറാറുമില്ലാണ്ട് അങ്ങ് ഉറങ്ങിയാൽ പിന്നെ അങ്ങനെ അവസ്ഥ എന്തായിട്ട് അവിടെ ആർക്കും മിണ്ടുതോല ഗൊന്തില്ലാത്ത ഒരു കാര്യമാണത്. ആറും മറിച്ചും കൂടെ തിരിച്ചു വന്നിട്ടില്ലേ, വന്നിട്ട് അവിടെ ഇങ്ങനെ ചൊന്നിട്ടില്ലേ. എല്ലാവും ഇസ്ലാമിലുള്ള സാധാരണ കാര്യം എല്ലാം വിശ്വാസപരമായ കാര്യമായിട്ട് കിട. വിശ്വാസ അള്ളാഹു കൊണ്ട് വിശ്വാസമാണ്. അള്ളാഹുടെ കണ്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എല്ലാവർക്കും ലോക നേതാവ് ഹബീബ് പടിപാടിയ വിഷയമാണ് ഇതെല്ലാം. അതിന് മുന്നുള്ള പൂർവികരായ നബിമാർ അങ്ങനെ ഗ്രന്ഥ തൗറാത്ത്, ഇഞ്ചീൽ, സബൂറിൽ പടിപാടിയ വിഷയങ്ങളാണ്. അതുപോലെയുള്ള ഖുർആനിൽ പടിപാടിയ വിഷയമാണ്. ഏടുകളിൽ സേർപാടി പടിപാടിയ വിഷയമാണ്. അതെല്ലാം വിശ്വസിച്ചങ്ങായിട്ടിക്കട ഒരാളെ മുഅ്മിനായ ആള് ഉണ്ട് ചൊല്ലി. സ്വർഗമുണ്ടു, നരകമുണ്ടു, ഇതെല്ലാം ഉണ്ടുണ്ടു. ഞങ്ങൾക്ക് ലോക നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനങ്ങ് പടിപാടി തന്നതായിട്ടിക്കട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അതെല്ലാം വിശ്വാസ വെച്ചങ്ങായിട്ടിക്കണ. ഞങ്ങൾക്ക് എന്ത് വലിയ കഷ്ടം വന്നിട്ടില്ലേ. ഞങ്ങൾ ബദർ സ്വഹാദാക്കണ പോലെ യുദ്ധം കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ അകത്തെ വന്നിട്ടില്ലേ. ഞങ്ങൾക്ക് ഇസ്ലാം കാര്യ 5, ഈമാൻ കാര്യ 6. ഈ 5-6 കാര്യത്തിൽ ഞങ്ങൾക്ക് ഉള്ളതായ സ്വറ ഒരേ ഒന്നുലായിട്ടിക്കട് സ്വറ ഇല്ലേ. ബാക്കി 10 ഞങ്ങൾക്ക് സ്വറ ഇല്ലേ കൊറടിയാണ്. ഒന്നെടുത്ത് കണക്കെടുത്ത് നോക്കൂർല. ഷഹാദത്ത് കലിമ 1 ഇസ്ലാം കാര്യത്തിലായിട്ടിക്കട. ആ ഇസ്ലാം കാര്യത്തിൽ ഷഹാദത്ത് കലിമ ഞങ്ങാറും പുതിയ ഇസ്ലാം ഇല്ല. ഇവിടെ ഇസ്ലാമുക്ക് ഷഹാദത്ത് കലിമ ചൊല്ലണായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ലേ. കാരണം ഞങ്ങളെ അബ്ബ ഉമ്മ ഇസ്ലാം ആയത് കൊണ്ടിട്ടോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊന്നിട്ടോ ഷഹാദത്ത് കലിമ ചൊല്ലണായ അകത്യ വന്നിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടാമത്തെ കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരമായിട്ട് ഞങ്ങൾ എപ്പം നിസ്കരിക്കണായേ. ഇന്ന് റമളാന്റെ നോമ്പ് 3ാമത്തെ, അത് റമളാനിലെ ഒരു തിങ്കളായിട്ടിക്കട്. ആ റമളാന്റെ ഒരു തിങ്കളുടെ നോമ്പ് ആരോഗ്യത്തിൽ ഏറു പേരു കൊറത്തെ ആരോഗ്യം ഇല്ലെങ്കിൽ അവനുക്കും അതില്ല പിടിക്കൂ. അവനക്ക് അതൊക്കെ ഓഫർ ഉണ്ട്. അവനതൊക്കെ ഒരു മുദ്ദു കൊടുത്തെങ്കൈത്ത്. ഇന്നുള്ള സക്കാത്താണ്. സക്കാത്ത് എന്നെങ്കിൽ അവന്റെ ആസ്തിയുടെ കണക്ക് അനുസരിച്ചിട്ടേട്ടിക്കട് സക്കാത്ത് എല്ലാവർക്കും ഇല്ല. ഹജ്ജും അതുപോലെ ആയിട്ടിക്കട്. ഹജ്ജ് ആവതുള്ളവണ്, പൈസ ഉള്ളവണ്, പോകു തീർന്നവണു അവന് കേട്ടിക്കട്ടെ. ഹജ്ജ് നിർബന്ധമല്ല ഇസ്ലാം കാര്യത്തിൽ. ബാക്കി നാളെ ഞങ്ങൾക്കും സ്വരക്കൊരടിയാണ്. ഇനി ഈമാൻ കാര്യത്തിൽ പോയെങ്ക അള്ളാഹുനെ കൊണ്ട് വിശ്വസിക്കുക. അത് ഞങ്ങൾ പണ്ടേ വിശ്വസിച്ചിട. മലക്കട കൊണ്ട് ഇതെല്ലാം സ്വരം എന്തും ഇല്ലാത്തതാണ്. ഉള്ള സ്വരം നിസ്കാരം മാത്രമാണ്. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് ചൊന്നെ നിസ്കാരത്തെ വിഷയം ശ്രദ്ധിക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾ സാധാരണ വാളിൽ കേൾക്കുന്ന വിഷയമാണ്. മറിക്കട ആ ലാസ്റ്റ് ടൈം പോലും ലോക നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നരെ പക്കത്തെ വിഷയമാ. മക്കളെ വിഷയം വെച്ചിട്ട് വസിയത്ത എന്തു അല്ല. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ പന്തിയോണ്ടിക്കുമ്പോ നബിയുടെ പിരിസപ്പെട്ട മോളിങ്ങനെ കാത് വെച്ച് കേൾക്കുമ്പോ അവിടെ ചൊല്ലിന്റെ പലക്ക ഉമ്മത്തി ഉമ്മത്തി അസ്വലാ അസ്വലാ അസ്വലാ. ഓ ഉമ്മത്തിങ്ങൾ, എന്റെ സമുദായമേ, നിങ്ങൾ നിസ്കരിക്കൂ. അവിടെ പോലും ഞങ്ങളെ നെനപ്പാക്കി. ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലുക പോലും ഞങ്ങൾ നെനപ്പിക്കില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരിക്കുന്ന ടൈമിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ നെനപ്പാക്കിയിടേ. സിറാത്ത് പാല സാധാരണ ചെന്നു വന്നതുപോലെ സിറാത്ത് പാല എല്ലാവരും പേടിക്കേണ്ട ഒരു വിഷയമാണ് കടക്കൂ. ആ സിറാത്ത് പാല എല്ലാ നബിമാരും എല്ലാവരും പേടിച്ചിട്ടായിട്ട് കിടക്കടേ. ഒന്ന് കടന്നിട്ട് അവരെ പാസ്സായി കിട്ടിയെങ്കിൽ മയ്യുള്ളതാണ് എല്ലാവരും ബിയറ അയങ്ക. ആ സിറാത്ത് പാല കടന്നിട്ട് പെറവ് അതേ സിറാത്ത് പാലത്തിൽ പെറവ് പണ്ട് ഒരാളിന്നെങ്കിൽ അത് ഞങ്ങളെ ഹബീബായിട്ടിക്കട. എന്തിക്ക് പണ്ടേ നന്റെ ഉമ്മത്തിൽപ്പെട്ട ആരായെങ്കും ഒരാളുടെ നരകത്തിക്ക് പോയിട്ടുള്ളാറാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊന്നിട്ട് അള്ളാഹുടെ വിശ്വാസം വെച്ചിട്ട് നന്റെ നബീണ്ടവണോ അംഗീകരിച്ചിട്ട് ചെറിയ
തപ്പു കാരണം കൊണ്ടിട്ടു നരകത്തുകാറും പൊയ്യുറുവാറാട് ചെന്നിട്ടു ഞങ്ങളെ ബച്ചാവാക്കുക വേണ്ടി ഒരേ ഒരു നേതാവ് അത് മുഹമ്മദ് റസൂലുള്ളാഹി. ഞങ്ങളെ ബാപ്പന്മാരാ, ഉമ്മമാ, കുടുംബമാ, ഫ്രണ്ട്സാ ആരും ഞങ്ങളെ മുട്ട പണ്ടില്ലേ. അതുകൊണ്ടിട്ടു ഹബീബിനായിട്ട് ഞങ്ങൾ അറബിർ സഭയ്ക്കൊണ്ടായേ ഞങ്ങൾ ആക്കോണായ ഇബാദത്ത് നിസ്കാരമാണ്. ഞങ്ങളെ ഹബീബ് ഇഷ്ടപ്പെട്ടതായ കാര്യം മാത്രമേ ഞങ്ങൾ ആ ജീവനത്തിൽ ആക്കോണായേ. ഞങ്ങൾക്ക് ആരും കൂടെ വീഡിയോ കാട്ടിയോണ അഥവാ എന്റെയും കൂടെ പരിപാടി വേണ്ടാത്ത പരിപാടി നിന്നോണ അവനാറും ഞങ്ങളെ മാശരത്തുക കബറുക ഞങ്ങളെ സ്വർഗത്ത് കൂടെ പോകുക ആരും മണ്ടില്ലേ. ഞങ്ങളെ ബച്ചവാക്കുക വേണ്ടി ലോക നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങ മാത്രായിട്ടിക്കിട ഞങ്ങൾ തങ്ങക്ക് ബേജാറാവിടെ ഒരു കാര്യവും ഞങ്ങൾ ഉണ്ടാക്കുക തീരാ. അത് മങ്ങിലാവട്ടെ, അത് ഔത്തുൽ മൊയിലാഞ്ചിക്കാരിയാവട്ടെ, ഏത് കാര്യക്രമാവട്ടെ, ഏത് കാര്യക്രമാക്കുമ്പോ ഞങ്ങൾ ഒരാളും ബേജാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുകു ബേജാറുണ്ടാവൂടെ, മനസ്സിക്ക് വിഷമുണ്ടാവൂടെ, ഒരു കാര്യവും ഞങ്ങൾ ജീവനത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു തീരാ. പ്രത്യേകിച്ചും ഇന്നത്തെ മങ്ങിലത്തെ കാര്യക്രമ ഇന്നത്തെ SYS സുന്നി യുവജന സംഘ വലിയൊരു പദ്ധതി ഞങ്ങൾ മുന്നിലിട്ടുണ്ടു. ഒരു 10-20 വർഷം 30 വർഷം മുന്നോട്ട് പോകുമ്പോ ഉടറു വരദക്ഷിണ നിന്ത് ഇന്നത്തെ ബാലക്കാര് കൊന്തിക്കലെ കേട്ടിക്കുവാറ് നോക്കിട്ടിക്കലെ വരദക്ഷിണെ ചെന്നിട്ട് കാശി ഭയങ്കര വേനായത്തര കേക്കടെ ഒരു 30 പോണു 40 പോണു 50 പോണും 2 ലാഖും 3 ലാഖും കേക്കടെ. അണ്ടത്തെ SSF സംഘടന ಅದಕ್ಕೆ ವಿರೋಧನಾಗಿತ್ತು, ಅದರ ತಿರಸ್ಕರಿಸಿತ್ತು. ആ തിരസ്കരിച്ച കാരണം കൊണ്ടിട്ടോ ഇന്ന് ആ വിഷയം ദൂരത്തായി പോയിട്. നാളെ കർണാടകത്തിൽപ്പെട്ട പ്രശസ്ത പണ്ഡിതനായ ബനാരി സഖാഫി ഉസ്താദ് ലഹിരിയ മർമോനെല്ലാം വന്നിട്ടുള്ളാറ്. അള്ളാഹുങ്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്തിരുന്നിട്ട് ജമാഅത്ത് പരമായിട്ട് SSFയുടെ പരമായിട്ട് ഹാർദികമായ സ്വാഗതം അർപ്പിച്ചിട്ട് അള്ളാഹുങ്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ ചൊല്ല ദുആ അങ്ങും സ്വാഗതമായിട്ട് ഞാൻ അറിയിച്ചിട്ടുള്ളേ. അപ്പൊ SSF കുറേ വർഷം മുന്നേ ഈ വരദക്ഷിണയുടെ വിരോധിച്ചെന്ന് മന്ത് ഇണ്ട വരദക്ഷിണ ഇപ്പൊ ഇല്ല. കാശ് കേക്കില്ല, ബംഗാർ കേക്കില്ല, ബംഗാർ കേട്ട് കിട്ടുന്നതും ഇല്ല. ഇപ്പൊ പൗണ് 1.5 lakh ഇപ്പ ഇന്ന് ബെല്ലി സ്റ്റാർട്ട് ആക്കണം, ബംഗാറില്ല ഇന്ന്. ഇപ്പൊ SYS ഒരു പുതിയ പദ്ധതി ഇട്ടുണ്ടു, മാതരി മധുവേ. എന്റെ മധുവയുടെ ഓരോരു വീഡിയോ ഞങ്ങളെ നോക്കും. എന്ത് ദീന് മങ്ങിൽ തൗത്തുലു മാഷാ അല്ലാഹ് ഹാലല്ല മങ്ങിലാമണിങ്ങ നോക്കിയോ. എന്ത് ദീന് സുബൈക്ക് ഒരു 10:30 പോണുന്നേ 3:30 കണ്ടതോളം നല്ല ദീനവിടെ ഇക്കിടങ്ങനെ. ഇതെവിടെ ബെജ്വല്ലി ഞായത് ചെന്നിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവലെ ഇത് ടോട്ടൽ ഇപ്പത്തെ വാട്സപ്പ് എല്ലാം ദുനിയാവിടെ വിഷയമാണ്. നീ റീസെന്റ് ഇവിടെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ ചെന്നിട്ട് ഒരു വിചാരിച്ചിട്ടുണ്ട. അല്ല അങ്ങനെ ആയത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് തപ്പിയത് അത് വേറെ വിഷയമാണ്. അപ്പ ഉസ്താദന്മാർ നിക്കാഹ്, തങ്ങന്മാർ നിക്കാഹ്, മൗലൂദ്, യാക്രം എല്ലാം പാടിട്ടായാൽ പിന്നെ പിന്നെ വേറെ മെനെടുക്കളി അന്യപുരുഷന്മാരുമായിട്ടുള്ള അന്യപുരുഷൻ്റെ ഇല്ല ഒരായത്തിൽ ഇപ്പൊ അന്യപുരുഷന് ഖത്തീബ് മുക്കരിക്ക മാത്രം ഇപ്പ വലിയ ഉസ്താദ് ചെറിയ ഉസ്താദ് 4 ഉസ്താദിനെ 4 ഉസ്താദുമാർ അങ്ങനല്ലാണ്ട് പിന്നെ അന്യപുരുഷ ഇപ്പൊ എല്ലാം കുറുടിപ്പ. അതുകൊണ്ടിട്ട് അതെല്ലാത്തും കടിവാണാക്കിയിട്ട് ഇസ്ലാം കൊറിയാൽ കേക്കിടാറ് മറിച്ചിട്ടായാലും മറക്ക് 6 നോക്കോ തീരാൻ ഹയാത്തിക്കുമ്പോ മറിച്ച മാപ്പിള ഹയാത്തിക്കുമ്പോ ഈ പെണ്ണിങ് 6 നോക്കോ തീരന്ത മറിച്ചല് പിന്നെ അത്രമേ നോക്കോ തീരവുള്ളേ. പിന്നെ പുതിയൊരു എക്സ്ട്രാ നോക്കാ തീരണ്ട എന്തും ഇല്ലേ, അങ്ങനെ ഇല്ലേ. അപ്പം മരിക്കുടെ മുന്നോല് മാപ്പിള ഇക്കുമ്പോ 6 നിഷിദ്ധായിട്ട് ഇന്ത നോക്കൂ, അങ്ങനെ എല്ലാം മറിച്ചല് പിന്നെയും നോക്കോ തീരാജുണ്ടതാണ് ക്രമം. പക്ഷെ അല്ല സുദീർഘമായിട്ട് കിടക്കോ പോണ്ടില്ലേ. അവർ 2 നിമിഷം ചൊല്ലുകൊണ്ട് വന്ന് 2 വിഷയമായിട്ട് ഇതാക്കിയിട്ടില്ല. കാരണം ഉസ്താദർ ഉദ്ഘാടനമായിട്ട് 8 ഗಂಟೆಗೆ അങ്ങ് ഭണ്ഡാരി ഒന്നാറ ഭണ്ഡാരി വരച്ചിട്ട് 8:30 ഏതൊക്കെ ഉസ്താമാരെല്ലാം വലിയ വലിയ ഉസ്താദന്മാർ സ്റ്റേജിലെല്ലാം ഉള്ളാർ. അതുകൊണ്ടിട്ടോ ഞങ്ങാക്കടെ കാര്യക്രമം അത് മങ്ങിലാവട്ടെ, മൗലൂദാവട്ടെ, ഇത്തര കാര്യക്രമാവട്ടെ, ബർത്ത്ഡേ ആവട്ടെ, ഏതേ ആവട്ടെ,
ഞങ്ങളെ ഹബീബുഗു അത് വിരോധാവുടു അവിടെ മദീനത്തിൽ ഇങ്ങനെ ഉറങ്ങിട്ടിങ്ങനെ തിരിഞ്ഞിട്ടവർക്ക് ബെജ്ജൊല്ലിങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ വിശ്വാസം അങ്ങനെയാണ്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം അങ്ങനെയാണ്. നബിക്കെല്ലാം കാണ്ടും കേക്കിട് നബിക്കെല്ലാം എത്തുമാറ്റി കൊടുക്കാറുണ്ടാണല്ലോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അങ്ങനെയല്ലേ. തിരിഞ്ഞു നോക്കിയെങ്ക ഈ കാര്യക്രമത്തിൽ ഒരു മങ്ങിൽത്തതാ ഇങ്ങനത്തെ കാര്യക്രമം നബിക്ക് ഇഷ്ടപ്പെട്ടു പോവാ ആയി പോലെ. ഒരാൾ നിസ്കരിക്കുമ്പോ തല മറിച്ചിട്ട് ഇങ്ങനെ തൊപ്പിട്ട് തെല്ലുംപൂടല്ലേ. ഇപ്പൊ തൊപ്പിട്ട് അങ്ങനല്ലേ, പാതിയല്ലേ, ഇഞ്ഞ പാതി കാണ്ട് ഇഞ്ഞ പെരവൽ പാതി കാണ്ടി എല്ലാം പാതി കാണ്ടിപ്പ. ഒരാൾ ഫുള്ള് തൊപ്പിട്ടേ നാണ് രണ്ട് നേരെ ഇട്ട സംഭവം അല്ലേ സാഗർത്ത തൂവാലിങ്ങ തൊപ്പിയല്ല തൂവാലിങ്ങനെ ഇട്ട് ഫുള്ള് ബന്ധാക്കണേ. അപ്പൊ അയലോട്ട് പറഞ്ഞാല് ഞങ്ങൾ ഓജന്റിക്കട കാലത്ത് ഉസ്താദ് കേട്ടത് എന്തിനിങ്ങനെ ഇങ്ങനെ ഫുള്ള് തൂവാലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ബുടക്കാണ് കെട്ടോക്കാവല്ലേ. അത് ചിന്തയിൽ തല മറക്കടേ അങ്ങനെ ഉസ്താദല്ലേ, അങ്ങനെ ഫുള്ള് മറക്കണ്ടേ. എവിടെയിട്ട് നാണ് അത്തഹിയാത്ത് നിസ്കാരത്തിൽ അത്തഹിയാത്തനാണ് ഇങ്ങനെ ഓതുമ്പോ നിസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിക്ക് ഒരു സലാം അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ നബിയായവരേന്റെ ഒരു സലാം ഞാൻ ചൊല്ലുമ്പോ നന്റെ മുഖമാത്ത് തിരിഞ്ഞിട്ട് നബി നോക്കിയെങ്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്താക്കിയ തൊപ്പി നടതൽ പാതിയായി പോയെങ്ക മുഫത്തിസ് ഉസ്താദ് മാഷാ അല്ലാഹ് വലിയൊരു ആവേശമായിട്ടിക്കടയിൽ ഞങ്ങൾ. കാരണം നല്ല റേഞ്ചിൽ ഒരു 30 ഉസ്താദന്മാർ തങ്കശ്ശേരി 31 ആ 31 ഉസ്താദന്മാരെ കാണ്ടി എല്ലാ കാര്യക്രമത്തും ഒരു ആവേശമായിട്ട് ഞങ്ങൾ മുഫത്തിസ് ഉസ്താദ് അള്ളാഹു അയാൾക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. ഞങ്ങൾ കോട്ടക്കത്തെ മാനേജർ ഉസ്താദ് സയ്യിദ് അലി സഖാഫിസ്തവന്ത് കോണന്തൂറെ പ്രഗത്ഭരായ ഖതീബ് ഉസ്താദ് ഞങ്ങളെ പെരുസപ്പെട്ട ചങ്ങായി അഷ്റഫ് മദനി ഉസ്താദ് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നാണ് ജമാഅത്ത് പരമായിട്ട് SSF പരമായിട്ട് ഹാർദികമായ സ്വാഗതം കുനാരിപാട്ടുണ്ടല്ലേ. അപ്പ നബിസല്ല അതിൽ ചില പലക്ക നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിഞ്ഞു നോക്കിയെങ്ക ആ തലനാണ് ഫുള്ള് മറച്ചിട്ടില്ലെങ്കിൽ നബി ഫുൾ ബേജാറായി പോവല്ലേ. അതിൽ താടിയോ അതേപോലെ ചന്ത ഇങ്ങനെ വിടറേ അതിൽ ചെല്ല് നബി ഇങ്ങനെ തിരിഞ്ഞു നോക്കി എന്നിട്ട് താടി സുന്നത്തായ താടി മാത്തില്ലെങ്കിൽ ഈ ഏസികയല്ലേ ഇങ്ങനത്തെ ഒരു പലക്കാണ്. അതൊന്നും ഞങ്ങൾ അർത്ഥാക്കുകൊല്ലേ ചിന്തിക്കുകൊല്ലേ. താടി ഫുള്ളും ചെത്ര ആൾമാറും തല മറക്കാത്ത ആൾമാറും ചിന്തിക്കണായേ അഗത്യ മനസ്സിലാക്കണായ വിഷയം കൂടിയായിട്ടിക്കട്. ഞങ്ങൾ പണ്ടല്ല ഇങ്ങനെ തൊപ്പിങ്ങനത്തെ തല ബുടലുണ്ടല്ല എന്നിട്ടില്ല എരിക്കട്ടെ. അപ്പൊ ഇതെല്ലാം സുന്നത്തായ കാര്യമായിട്ടിക്കട് ഞങ്ങൾ യാറാ അള്ളാഹുടെ മുട്ട സാമീപ്യാവുകൊല്ലേ അതെല്ലാം ഞങ്ങൾ ജീവനത്തിൽ എന്താക്കി പറഞ്ഞു എടുത്തോണ്ട് പറഞ്ഞു ആക്കിയോണ്ട് പറഞ്ഞു. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നൽകട്ടെ ചെന്ന് ചെന്നിട്ട് ഞങ്ങളെ ಹಿರಿಯ ആൾമാരെല്ലാം ഇൻഷാ അല്ലാഹ് സദസ്സിಗೆ എത്തിരാറ് ഞങ്ങളെ ഗൗരവാധ്യക്ഷർ എത്തിര് എല്ലാം ജമാഅത്തിലെ മസ്താനാക്ക അതുപോലെ എല്ലാരും കണ്ടുണ്ട്. ഞങ്ങളെ കുടുംബല്ലിಗೆ പ്രസിഡന്റ് ആക്ക മേദിയാക്ക സെക്രട്ടറി എല്ലാം ഒത്തൊത്തു കണ്ടുണ്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ് ആഫിയത്ത് ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളെ കോട്ടക്കെത്തിരങ്ങളെ കണ്ടുണ്ടുണ്ട് സിറാജി എല്ലാം ചെമ്മല കണ്ടുണ്ടുണ്ട്. അള്ളാഹുവെ അങ്ങ് എല്ലാവർക്കും നീ ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നൽകണം ചെന്നിട്ടു ഇൻഷാ അല്ലാഹ് സ്വാഗതം ഞങ്ങൾ ഹുസൈൻ സഖാഫ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്കൂ ചൊല്ലുടെ പലക്കത്തോട് കൂടിയിട്ട് 2 മിനിറ്റ് ആയിട്ട് പ്രാസ്താവിക്കാൻ വിചാരിച്ചേ ഇൻഷാ അല്ലാഹ് ബലിച്ച് എതേക്കട്ടെ. അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു മുത്തക്കിങ്ങൾ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങാക്കടെ ഏത് ഇബാദത്തും എല്ലാം ഇഖ്ലാസുള്ള ഇബാദത്തുകളെ കൂട്ടത്തിൽ പെടുത്തട്ട് ആക്കടെ ഇബാദത്ത് ഇഖ്ലാസോട് കൂടി ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘായുസും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടു ചെന്നിട്ടു പ്രാർത്ഥിച്ചോണ്ടു ഒരു ചെറിയൊരു ആശംസ നൊടിക്കുവാനായിട്ട് ഞങ്ങളെ തീർത്ഥഹള്ളി റേഞ്ചറെ മുഫത്തിസ് ഉസ്താദായ മുസ്തഫ ഹിമമി അൽ ഫുർഖാനി ഉസ്താദരെ ആദരപൂർവ്വം ക്ഷണിച്ചോണ്ടുള്ളേ.